ഇപ്പോൾ എല്ലാവർക്കും കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ ക്ലസ്റ്ററിൽ ഇതാണ് ക്ലസ്റ്റർ എന്ന് പറയണത്. അപ്പോൾ ഇത് മീറ്റർ ബോർഡെന്നും പറയും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനത് പറഞ്ഞു തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ വാണിലാമ്പാണ്. ഇത് വാണിലാമ്പാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ലാമ്പ് ഫസ്റ്റിൽ പറഞ്ഞു തരാം. ഈ വാണിലാമ്പ് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കത്തി കടന്നു കഴിഞ്ഞാൽ അതിൽ ഓയിൽ പ്രഷർ കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം അതായത് നമ്മൾ ഫസ്റ്റിൽ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലെവലാണ്. ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിലും ഓയിൽ പ്രഷർ ഇല്ലയെന്നുണ്ടെങ്കിലും ഈ വാണിലാമ്പ് കത്തിക്കിടക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഓയിൽ ലെവല് കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് അത് ലെവൽ നോക്കണം എന്ന് ഞാനത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതിപ്പോൾ ഇതേപോലെ ഈ ഓയിലിൻ്റെ വാണിലാമ്പ് കത്തിക്കിടക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ഓയിൽ ലെവൽ കുറവായിരിക്കും. അത് സ്റ്റിക്ക് എടുത്ത് നോക്കണം. എന്നിട്ട് ഓയിൽ ലെവൽ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം, അതായത് ഈ ലൈറ്റ് അണഞ്ഞതിന് ശേഷമേ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു വാണിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വാണിലാമ്പാണ് ഈ ക്ലസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത്, ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് തീർച്ചയായിട്ടും ഈ ലൈറ്റ് അണഞ്ഞിരിക്കണം. ഇത് അണഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഓട്ടത്തിൽ ഇതുപോലെ ഇങ്ങനെ ഈ ക്ലസ്റ്ററിൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള വാണിലാമ്പ് നമുക്ക് തെളിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് വേറൊന്നുമല്ല, അതിൻ്റെ വാട്ടർ പമ്പ് ബെൽറ്റ് ഇളകിയാൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പലുള്ള വാണിലാമ്പ് കത്തിക്കിടക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് അതാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ നിന്നുള്ള ഔട്ട്പുട്ട് ബാറ്ററിയിലോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ലൈറ്റ് അത് കത്തും. തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ലൈറ്റ് കത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വാട്ടർ പമ്പ് ബെൽറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ വാട്ടർ പമ്പ് ബെൽറ്റ് ഇതെവിടെയാണ് കറക്റ്റായിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ റെഡ് ലൈറ്റ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരുന്നാലും ഈ നമ്മുടെ ഈ സിമ്പലുണ്ടല്ലോ ഇത് കത്തിക്കിടക്കും. അപ്പോൾ ഇത് ക്ലസ്റ്ററിൽ ഓണായി കിടക്കും ഈ ലൈറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമല്ലോ, റിലീസ് ചെയ്യുമ്പോഴും ഈ ലൈറ്റ് അണഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബോണറ്റ് തുറന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നതുപോലെ ഈ നമ്മളെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കേപ്പ് തുറന്നിട്ട് നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും അത് ബ്രേക്ക് ഫ്ലൂയിഡ് കുറവായിട്ടാണ് അതങ്ങനെ എന്താ പറയുക ഈ ലൈറ്റ് ഓണായി കിടക്കുന്നത്. ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അണയേണ്ട സ്റ്റാർട്ടിങ്ങിൽ മെയിനായിട്ട് അണയേണ്ട ലൈറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൻ്റെ ലൈറ്റ് സ്റ്റാർട്ടിങ്ങിൽ അണയണം. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് ഈ വാണിലാമ്പ് അണയണം. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലൂയിഡിൻ്റെ സിമ്പലുള്ളത്. ഇത്രയും കാര്യങ്ങൾ, റെഡ് ലൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും യെല്ലോ ലൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളിടും. ഇതെല്ലാ കസ്റ്റമേഴ്സും അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ അടുത്തും കാണണം എന്നുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും കൊടുക്കുക. എന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി ഏതൊക്കെ പുതിയ വീഡിയോ ഇടണമെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ഇനി പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും യെല്ലോ ലൈറ്റിനെ കുറിച്ചുള്ളത് ഇടുന്നതാണ്.